ഈശ്വംസിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടായി അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. വളരെ ഏറെ നമ്മെ എല്ലാവരെയും ആത്മീയമായ ഉത്കർഷത്തിലെത്തിക്കുന്ന ശുശ്രൂഷകൾ കഴിഞ്ഞു. പത്രാഭിഷേകത്തിൻ്റെയും വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെയും. We are really immensely grateful to all those who have come from beyond India, especially Substituto or the Secretary of State, His Excellency Edgar Peñapara, and also the new Cardinal-elect, Archbishop Rolando Macarita and Metropolitan Flaviano and all the others in the team. And that really gave and a pontifical flavor to the liturgy. And we have also the presence of our own nuncio, Leopoldo Girelli, and so that also is giving a link to the Holy Father. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യരുടെ പ്രവചനങ്ങൾക്ക് അതീതനാണ്. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ പലതും അപ്രതീക്ഷിതങ്ങളാണ്. അതിലൊന്നാണ് ഈ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിൻ്റെ കാർഡിനൽ നിയമനം. ഒരാൾ എന്നോട് ചോദിച്ചു, എന്താണ് പരിശുദ്ധ പിതാവ് ഇങ്ങനെ ഒരു അധികം പ്രായമില്ലാത്ത 51 ഒരു അച്ഛനെ ഇങ്ങനെ നേരിട്ട് കർദിനാളാക്കിയത് എന്ന്. കർദിനാളാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പാക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം ഈ ചോദിച്ച ആൾക്കറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പരിശുദ്ധ പിതാവ് ഈ നിയമനം നടത്തുമ്പോൾ നമ്മുടെ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിനെ അംഗീകരിക്കുന്നു എന്നത് മാത്രമല്ല, ഭാരതത്തിലെ സഭയെ ഇപ്പോൾ ഹിസ് എക്സലൻസി മോസ്റ്റ് റവറൻഡ് എഡ്ഗർ പെഞ്ഞപ്പാറ ഹാസ് ടോൾഡ് ഈസ് റെക്കഗ്നൈസിങ് ഓൾസോ ദ ചർച്ച് ഇൻ ഇന്ത്യ. ഈ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിൻ്റെ വ്യക്തിപ്രഭാവവും ശുശ്രൂഷ നിപുണതയും ജീവിത വിശുദ്ധിയും എല്ലാവർക്കും, പ്രത്യേകിച്ച് റോമിലുള്ളവർക്കും നൺഷിയേച്ചറുകളിലുള്ളവർക്കും സുവിദിതമാണ്. അദ്ദേഹത്തെപ്പറ്റി ഒരിക്കൽ പരിശുദ്ധ പിതാവ് പറഞ്ഞു, അദ്ദേഹം നോ എന്ന ആളുകളോട് പറയുന്നത് പോലും ചിരിച്ചുകൊണ്ടാണ്. അതായത് ഹി സേസ് നോ ടു ദ പീപ്പിൾ വിത്ത് എ സ്മൈലിംഗ് ഫേസ്. മലയാളത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും കാര്യം നടക്കത്തില്ലെന്ന് പറയുന്നത് പോലും ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരവസരത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന് പണം എന്തെങ്കിലും മിച്ചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. പാവപ്പെട്ടവരോടുള്ള ഒരു ശ്രദ്ധ അദ്ദേഹത്തിനുണ്ടെന്ന്. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിയുന്ന റാഫേൽ തട്ടിൽ പിതാവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോഴിങ്ങനെ ഉള്ള ഒരു വലിയ വ്യക്തിത്വത്തെയാണ് പരിശുദ്ധ പിതാവ് കർദിനാളായിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പാവങ്ങളോടുള്ള സ്നേഹം സെൻറ്റ് ബർക്ക്മൻസ് കോളേജിലെ BSc പഠിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു. കോളേജിൽ അദ്ദേഹം CSMൻ്റെ പ്രസിഡൻ്റായിരുന്നു, കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അന്ന് പ്രിൻസിപ്പലായിരുന്ന ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ എന്നോട് പറഞ്ഞു, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ വിവാഹത്തിന് സ്ത്രീകളെ സഹായിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഊർജ്ജസ്വലനായിട്ട് ഈ പ്രസിഡൻറ്റ് CSMകാരെ കൊണ്ട് പലതും കോളേജിൽ ചെയ്യിച്ചിരുന്നു എന്ന്. അപ്പോൾ അന്ന് മുതലുള്ള ആ സ്നേഹം ഇന്നും തുടരുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ മോട്ടോ ടു സ്പ്രെഡ് ദ ഫ്രേഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ലവ് ആൻഡ് മേഴ്സി ഈസ് ദി anger or the
papacy or pontificate of Holy Father Pope Francis. പരിശുദ്ധ പിതാവിൻ്റെ പ്രേഷിതത്വത്തിൻ്റെ അടിസ്ഥാനം സ്നേഹവും കാരുണ്യവുമാണ്. അപ്പോൾ അതേ സ്നേഹവും കാരുണ്യവും തുടരുകയാണ് നമ്മുടെ കാർഡിനൽ ഇലക്റ്റ് ജോർജ് കൂവക്കാടിലൂടെ. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം. കോളേജിൽ BSc പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം വൈദിക പഠനത്തിനായിട്ട് പോയത്. ദൈവവിളി വിവേചിച്ചറിഞ്ഞത്. ദൈവവിളി വിവേചിച്ചറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്യപ്പെടുന്നതിനും നമ്മുടെ അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെ ഒരു ഇടനില ഉണ്ടായിരുന്നു. പിതാവ് എപ്പോഴും ശ്രദ്ധയോടുകൂടിയാണ് ജോർജ് കൂവക്കാടിനെ കരുതി പരിശീലിപ്പിച്ചു വന്നതെന്ന് നമുക്കറിയാം. സിറോ മലബാർ സഭയിൽ അംഗമായിരിക്കുന്നതിലും അതുപോലെ തന്നെ സാർവത്രിക സഭയുടെ ശുശ്രൂഷയിൽ തുടരുന്നതിനും ജോർജ് കൂവക്കാട്ട് മുൻസിനോറിന് വളരെ താല്പര്യമുണ്ടെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ആർച്ച് ബിഷപ്പും കർദിനാളുമൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യും. പരിശുദ്ധ പിതാവ് നമ്മുടെ കാർഡിനൽ ഇലക്റ്റിനോട് നിർദ്ദേശിച്ചുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ള വേഷവിധാനങ്ങളോടുകൂടി വേണം കർദിനാൾ പദവി സ്വീകരിക്കാനെന്ന്. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ള ആരാധനക്രമപ്രകാരം വേണം മെത്രാൻ പട്ടം സ്വീകരിക്കാനെന്ന്. അതെല്ലാം അക്ഷരശ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിതാവ്. പിതാവിൻ്റെ സ്ഥാനിക രൂപത നിസിബീസാണ്. ഈ നിസിബീസ് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സീയാണ്. സെയിൻറ്റ് ജേക്കബ് ഓഫ് നിസിബീസ് നമ്മുടെ ഒരു വലിയ പിതാവാണ്. അസീറിയൻ ചർച്ച് ഓഫ് ദ ഈസ്റ്റിലും കാൽഡിയൻ സഭയിലും സിറോ മലബാർ സഭയിലും സഭാപിതാവാണ്. ഇദ്ദേഹം 325 നിക്കിയ സുനഗദോസിൽ സംബന്ധിച്ച വിശുദ്ധനാണ്. നിക്കിയ സുനഗദോസിൽ സംബന്ധിച്ച മെത്രാപ്പോലീത്ത. അദ്ദേഹത്തെയാണ് നിക്കിയ സുനഗദോസ് അധികാരപ്പെടുത്തിയിരുന്നത് ഇന്ത്യയിലുള്ള വിശ്വാസികൾക്ക് നിക്കിയ സുനഗദോസിൻ്റെ വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട്. ഈ നിസിബീസ് എന്ന് പറയുന്നത് മാർ എഫ്രേം സ്ഥാപിച്ച ദൈവശാസ്ത്ര വിദ്യാപീഠം ഉള്ള സ്ഥലമാണ്. മാർ എഫ്രേമിൻ്റെ ഡീക്കനായിരുന്നു മാർ ജേക്കബ്. ആ ഒരു സീയിലേക്കാണ് സ്ഥാനികനായിട്ട് നമ്മുടെ ജോർജ് കൂവക്കാട്ട് പിതാവ് പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷിക്കാം. പാരമ്പര്യത്തിൽ തന്നെയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം അത് തൻ്റെ ജീവിതത്തിലൂടെ ശുശ്രൂഷകളിലൂടെ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാടിൻ്റെ കാർഡിനൽ ഇലക്റ്റിൻ്റെ മാതാപിതാക്കന്മാരെ, വല്യമ്മച്ചിയെ, മറ്റു കുടുംബാംഗങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ കൂടെയും ഫലമാണിത്. അതുമാത്രമല്ല, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ പ്രാർത്ഥന തുടരുക. നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ ശുശ്രൂഷ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വളരെ പ്രയോജനകരമായി തീരത്തക്ക രീതിയിൽ നമ്മുടെ പ്രാർത്ഥന തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അഭിമന്യ ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട്ട് പിതാവേ, എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു.